നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറെന്തു പറഞ്ഞു? ഇല്ല, ഇപ്പൊ മഹിയേട്ടനോട് പറഞ്ഞാ ശരിയാവില്ല. അതെന്താ ചേച്ചി? മഹി സാറും എന്നെ അംഗീകരിക്കില്ല എന്നാണോ? അതല്ല മോളെ, മഹിയേട്ടൻ ഈ ലോകത്ത് ഏറ്റവും വിശ്വസിക്കുന്നതും ബഹുമാനിക്കുന്നതും ദേവേനെ ആന്റിയാ. അവരെക്കുറിച്ച് പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞാ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് മഹിയേട്ടനെ കാര്യങ്ങള് നിങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എങ്ങനെയും ഈ നിശ്ചയം തടയുക എന്നതാ. അതിന് വേണം ഇപ്പൊ പ്രാധാന്യം കൊടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വേഗം ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യൂ. ശരി ചേച്ചി, എനിക്ക് ഒപ്പമുള്ളതാ എന്റെ ധൈര്യം. ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടാവും. നീ രാഹുലേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നേരിൽ മനസ്സിലാക്കിയതാ ഞാൻ. സത്യത്തില് രാഹുലേട്ടന് കിട്ടാൻ പോകുന്ന ഭാഗ്യമാണ് രാജി. അത് വഴിയെ രാഹുലേട്ടൻ മനസ്സിലാക്കിക്കോളും. ഞാൻ എന്റെ ജീവനേക്കാൾ കൂടുതൽ രാഹുലേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എന്നും എനിക്ക് വേണം. ആ ഒരു ആഗ്രഹം എനിക്കുള്ളൂ. എല്ലാം കാണുന്ന ശ്രീമഹേശ്വരൻ നമുക്കൊപ്പം ഉണ്ടാവും. ആ സമയം കളയാതെ രാജി വേഗം കാര്യങ്ങൾ പറയുന്ന പോലെ ചെയ്യൂ. ശരി ചേച്ചി. ആ ശരി. ഗംഗ എന്ത് പറഞ്ഞു മോളെ? അതൊക്കെ പറയാം. അമ്മ വാ, ഞാൻ റെഡി ആയിട്ട് വരാം. ആ എല്ലാം റെഡിയല്ലേ? അതെ. എന്നാ ഇനി വൈകിക്കണ്ട, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് ചടങ്ങ് നടത്താം. ശരി. പയ്യന്റെ ഭാഗത്ത് നിന്ന് കാരണവന്മാരാരാന്ന് വെച്ചാ വന്ന് ഗ്രഹനില കൈമാറാം. മഹി, നീ ചെല്ല്. നീ വേണം എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ. ഉത്തരായന കാലത്തിൽ മേടം മീനൻ രാശിയിലും ശനി മേടൻ രാശിയിലുമാണ്. കൊല്ലവർഷം 1174 ചിങ്ങം 14 തീയതി 10/8/24 ബുധൻ. കൈലാസം വീട്ടിൽ ദേവയാനി മകൻ രാഹുലും കളപ്പുരയ്ക്കൽ സതീശൻ മകൾ വീണയും തമ്മിലുള്ള വിവാഹം ഈ ഡേറ്റിൽ തീരുമാനിച്ചിരിക്കുന്നു. ഇനി മോതിരം മാറാം. എന്റെ ശ്രീമഹേശ്വര, കാര്യങ്ങൾ കൈവിട്ടു പോവാണല്ലോ. ഇനി എന്ത് ചെയ്യും? ആ മാലയും എടുത്തോണ്ട് വരും. കൊടുക്ക. ഇതാ മോളെ.
ദാ മാല. മോളെ ഗംഗേ, നീ കാരണം എന്റെ മകളുടെ ജീവിതം രക്ഷപ്പെട്ടത്. നീ ഞങ്ങൾക്കൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇനി ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സർ. ഓക്കെ. ഈ കുട്ടി ഒരാളാണ് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ സഹായിച്ചത്. ഈ നിശ്ചയം മുടക്കാനും എന്റെ മകളെ രക്ഷിക്കാനും എല്ലാ സഹായം ചെയ്തു തന്നത് ഈ ഗംഗയാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഗംഗയോട് ചോദിക്കാം. ഓഹോ, അപ്പൊ ഇവളാ ഈ നാടകത്തിന് പിന്നിൽ. മഹി, നീ കേട്ടില്ലേ? നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ നാണം കെടുത്തിയതിന് കാരണം നിന്റെ ഭാര്യയാണെന്ന്. ഇത് മുടക്കാൻ മുന്നിൽ നിന്നത് നീയാണോ ഗംഗേ? മഹേട്ടാ, ഞാൻ ഇനി നീ കൂടുതൽ ന്യായീകരിക്കണ്ട ഗംഗ. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. മഹേട്ടൻ ഉറപ്പിച്ച വിവാഹം ഇന്ന് നീ ഇവിടെ മുടക്കിയത്. എന്തിനാ നീ ഈ പാവത്തിനെ പറ്റിച്ച്? ഇവള് പക തീർത്തതല്ലേ ശ്രേയെ? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം ഇവള് മഹിന്ന് മറച്ചു വെക്കോ? അതെ, അത് തന്നെ ശരി. അങ്ങനെയൊന്നും അല്ല മഹേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ മഹേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി നീ അവരെ വിളിക്കണ്ട. ഞങ്ങളെല്ലാം ചതിച്ച നിനക്ക് ഇനി മഹിയുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഇവളോട് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നാത്തുവാ. അതെ, പാവം മഹേട്ടൻ നെഞ്ച് തകർന്ന് ഇവിടുന്ന് പോയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.